റൗഡി കൊച്ചിനെ ചേട്ടൻ താജ്മഹൽ വെച്ച് പ്രപ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ അവിടേക്ക് എത്തിച്ചത് ഞാനും അളിയനും കൂടിയാ. നീ ഇപ്പൊ എന്താ പറഞ്ഞ വിക്രാന്ത്? അല്ല 200 പേസ് സത്യങ്ങൾ അതൊക്കെ. ചേട്ടന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ സർക്കസ് ചെയ്യുന്നുണ്ട് ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ശരിക്കും ചേട്ടൻ. ചേട്ടന്റെ റൗഡി കൊച്ചിനെ കല്യാണം നടത്താൻ ഞങ്ങളാണ് കൂടുതൽ അധ്വാനിച്ചത്. കൂട്ടത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് ആദിക്കാണ്. ആദ്യമാണ് ഇതിന്റെ എല്ലാം മെയിൻ സൂത്രധാരി. ചേട്ടാ, നിങ്ങൾക്കിടയിൽ ഈ പ്രണയം ഈ ലെവലിലോട്ട് എത്തിക്കാൻ ഏറ്റവും വലിയ കാരണക്കാരൻ ഞാനാ. ഒരു ഭാഗത്ത് ചേട്ടനെ കൊണ്ട് റൗഡി കൊച്ചിനെ പ്രപ്പോസ് ചെയ്യിക്കാൻ എന്തൊക്കെ പുഷ് ചെയ്തു. ഇനി മറ്റൊരു ഭാഗത്ത് ചേട്ടന് റൗഡി കൊച്ചിനോട് ഹെവി ഫീലിങ്സ് ഉണ്ടെന്ന് ബിൽഡപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആക്സിഡന്റ് പറ്റി മരണം സംഭവിക്കും. ആരെങ്കിലും തല്ലിക്കൊന്നാലും മരണം സംഭവിക്കാം. പക്ഷെ ഇവിടെ വിക്കി ബോസ് തന്നെ കയറിട്ട് ഫാനിൽ തൂങ്ങി മരിക്കാൻ പോവാണല്ലോ. ഇനിയിപ്പൊ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഒരു മിനിറ്റിലും 100 കാര്യത്തിന് വേണ്ടി വഴക്കിടുന്ന നിങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ പ്ലാനിങ്ങാ ചെയ്തു കൂട്ടിയെന്ന് ചേട്ടനറിയില്ല അല്ല അളിയാ? എടി അമ്മു ചേച്ചി ഒന്ന് വേഗം വന്നേ. ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ വെച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. വേഗം വാ. എടി മോദുക്കി ഇങ്ങോട്ട് വാ. മോദുക്കി വന്ന തീറ്റ പണ്ടാരം വേണം അടങ്ങിയിരിക്കും. ഹാർട്ട് ബ്രോക്കൺ അമ്മു ഇൻറ്റു റൗഡി ബേബി റോക്സ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അടിപൊളിയായിട്ടുണ്ട്. അയ്യോ അതൊക്കെ അമ്മ എങ്ങാനും കേട്ടാലുണ്ടല്ലോ റൗഡി ബേബി ഷോക്സ് എന്ന് എഴുതേണ്ടി വരും. നിർത്ത്, വരുവാണേ വരട്ടെ. ചോദിച്ചാ പറയാം അമ്മു ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചതിന്റെ സെൻഡ് ഓഫ് പാർട്ടിയാണ് ഇതെന്ന്. അതൊന്നും ഒരു പ്രശ്നമല്ല. പിള്ളേരെ, ഇത്രയും വേഗം ഈ കല്യാണം ഉറപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആണെങ്കിലും നീ ഇവിടുന്ന് പോയല്ലേ പറ്റുള്ളൂ അമ്മു ചേച്ചി. കല്യാണം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. വേദാന്തേട്ടന് അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്രയും നല്ലൊരു പയ്യനെയല്ലേ എനിക്ക് കിട്ടിയത്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് വലിയ പുണ്യ ചെയ്തെന്ന് എനിക്കറിയില്ല. ശരി, ഈ സന്തോഷത്തില് ഡ്രിങ്ക്സ് കുടിച്ചു തുടങ്ങിയാലോ? ഒന്ന് നിക്ക് പിള്ളേരെ, നമ്മൾ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല. അച്ഛനെ അമ്മയും കൂടെ വിളിച്ചിരുത്തി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പാർട്ടി നടത്തായിരുന്നല്ലോ. അവരെ രണ്ടുപേരെ മാറ്റി നിർത്തി നമ്മൾ മാത്രം സെലിബ്രേറ്റ് ചെയ്യാന്നറിഞ്ഞാ അവർക്ക് നല്ല വിഷമാവില്ലേ? അവർ രണ്ടുപേരോട് ഞാൻ മനഃപൂർവ്വം പറയാത്തെ. ഇത് നമ്മള് ജൂനിയേഴ്സിനുള്ള പാർട്ടിയാ, സീനിയേഴ്സ് ഇപ്പൊ വേണ്ട. അതെ അതെ, അവർക്കും കൂടി വേണ്ടി നമുക്ക് മറ്റൊരു പാർട്ടി നടത്താലോ. ഈ പാർട്ടിയിൽ നമ്മൾ 3 റൂംമേറ്റ്സ് മാത്രം മതി. നമ്മള് ചേച്ചി അനിയത്തിമാര് മാത്രം. ഇനി അമ്മ എങ്ങാനും ഉണ്ടെങ്കിലേ നമ്മള് കൂടുതൽ എൻജോയ് ചെയ്യാൻ സമ്മതിക്കില്ല. അത് കൂടുതൽ കുടിക്കണ്ട, ഇത് കൂടുതൽ കഴിക്കണ്ട എന്ന് പറഞ്ഞ് റെസ്ട്രിക്ട് ചെയ്തോണ്ടിരിക്കും ഫുൾ ടൈമും. എന്നാലും അമ്മ ഇക്കാര്യം അറിഞ്ഞാ എന്തായാലും അമ്മയ്ക്ക് നല്ല വിഷമാവും. അറിഞ്ഞാലല്ലേ ചേച്ചി, അറിയുന്നില്ലല്ലോ. അവരിതുവരെ മെസ്സിന്ന് തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ പാർട്ടിയൊക്കെ തീർത്ത് ഉറങ്ങിയേക്കാം. മാത്രമല്ല അമ്മ വന്ന ഇതൊന്നും കുടിക്കാനും പോകുന്നില്ല. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ കഴിക്കുന്നേ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മസാല ബോണ്ട ഉണ്ടാക്കി തരുമല്ലോ എന്ന് പറഞ്ഞു. അമ്മ കുടിക്കില്ലെങ്കിൽ വേണ്ട, നമുക്ക് അച്ഛനെ കുറച്ച് മാറ്റി വെച്ചാലോ? ഒരച്ഛന്റെ പൊന്നുമോളെ, വെരി സോറി. അച്ഛനും ഈ പാർട്ടിയിൽ എൻട്രി ഇല്ല. ഇത് ഈ റൂമിലുള്ളവർക്ക് മാത്രം ഉള്ളതാ.
പാവമല്ലേ നമ്മുടെ അച്ഛൻ. എടി പൊട്ടി, നീ എന്താ ഒരുമാതിരി ആർത്തി ചേച്ചിയെ പോലെ പെരുമാറുന്നേ? ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ നീ പറയുന്ന. നീ ഞാൻ പറഞ്ഞത് കറക്റ്റാ. നീ ആ ഗ്ലാസ് എടുത്തേ. വേഗം വാ, വന്നിരിക്കും. അല്ല, 3 പേരും കൂടി ചേർന്ന് അവിടെ എന്താ പരിപാടി? ബാക്കിൽ എന്തൊരു ബോർഡൊക്കെ. ഓ ഇതാണോ? ഇതൊക്കെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാ. ഹാർട്ട് ബ്രോക്കൺ അമ്മു, ഇൻടു മാർ, റൗഡി ബേബി റോക്സ്. അമ്മ ഈ സ്പെഷ്യൽ ജോഡി കല്യാണത്തിന് ഗ്രീൻ സിഗ്നൽ തന്നില്ലേ? അതിന്റെ പാർട്ടി എവിടെ? നിങ്ങൾ ഇത് എന്താ ചെയ്തത്? ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ മറിയടുന്നില്ലേ? ആ പറഞ്ഞത് ശരിയാ. നിങ്ങൾ 3 പേരും മാത്രമാണ് പാർട്ടി നടത്തുന്നത്. വല്ലാത്ത ചതിയായി പോയി. ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ ഏട്ടത്തി. അതെ അതെ, എല്ലാത്തിനും നിങ്ങൾക്ക് ന്യായം ഉണ്ടല്ലോ. പക്ഷെ ഇക്കാര്യം ഞാൻ പെട്ടെന്ന് അങ്ങനെ മറന്നു പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾക്കും പാർട്ടി തന്നേ പറ്റൂ അമ്മു. അതെ അതെ, നിങ്ങൾ 3 പേരോടെ പാർട്ടി നടത്തുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാരാണെങ്കിൽ പാർട്ടിയുടെ പേരും പറഞ്ഞ് എങ്ങോട്ടോ പോയിരിക്കുന്നു. സുമേഷും പോയിട്ടുണ്ട്. ഞങ്ങൾ മാത്രം ഇവിടെ പൊട്ടികളെ പോലെ ഇരിക്കുവോ? ഓ ആണോ? അപ്പൊ അവരും പാർട്ടിക്ക് അടിച്ചു പൊളിക്കാൻ പോയിരിക്കുകയാണല്ലേ? ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു എനിക്ക്. ഏയ്, വെറുതെ പറ്റിക്കാൻ നോക്കണ്ട. അയ്യോ എല്ലായിടത്തി സത്യമായിട്ടും പറഞ്ഞതാ. നിങ്ങളുടെ പാർട്ടി കുഴപ്പമില്ല, പക്ഷെ അവരെ ബാറിലേക്കാ പാർട്ടി നടത്താൻ പോയിരിക്കുന്നത്. ആ പാർട്ടി ആയിരുന്നോ? ഇതെല്ലാം കഴിഞ്ഞ് അവര് തിരിച്ച് വീട്ടിലേക്ക് വരുമോ ഏട്ടത്തി? നീ ഒന്നും മിണ്ടാതിരുന്നേ. ഇതവരാദ്യമായിട്ട് ഇങ്ങനെ പോകുന്നത്. അവരാരും മോശക്കാരൊന്നുമല്ല. എന്നാലും ചേച്ചി, ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് പോയ ഒരു കൺട്രോളും കാണില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നോർത്തിട്ട് ചെറിയൊരു പേടിയുണ്ടെന്ന് മാത്രം. ലാസ്റ്റ് ടൈം ചേട്ടന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് നിനക്ക് തന്നെ അറിയാലോ. അതുകൊണ്ട് വാൺ ചെയ്താ ഞാൻ വിട്ടിരിക്കുന്നത് അമ്മു. ലിമിറ്റ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കേട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി എടുത്തി. ഇപ്പൊ എന്റെ ടെൻഷൻ എല്ലാം മാറി. അല്ലെങ്കിലും വേദാന്തിനെ എനിക്ക് നല്ല വിശ്വാസം. അവൻ ബാക്കിയുള്ള ആണുങ്ങളെ പോലെ ഒന്നുമല്ല. പക്ഷെ അവരുടെ കൂടെ പോയിരിക്കുന്നത് ഒരു ബോധവും വിവരവും ഇല്ലാത്ത സുമേഷ് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടെൻഷൻ. ഇനി അവിടെ വല്ല ഫീമെയിൽ ഡാൻസേഴ്സ് ഉണ്ടെങ്കിൽ സുമേഷിനെ പിന്നെ പിടിച്ചാ കിട്ടില്ലല്ലോ. അങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കില്ലേ ചേച്ചി? ഇത്തരം കാര്യങ്ങളൊന്നും കെയർലെസ് ആയിട്ട് എടുക്കാൻ പാടില്ലമ്മോ. അവിടെ ഇനി വേറെ ഏതെങ്കിലും ഫീമെയിൽ ഡാൻസേഴ്സ് വന്ന് പ്രശ്നം ഉണ്ടായാലോ? ഫീമെയിൽ ഡാൻസർ ഒക്കെ ഉണ്ടാവുന്ന ഏടത്തി എന്തിനാ അമ്മനോട് പറഞ്ഞതിപ്പോ? അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാരതി. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഭർത്താവിനെ ഒന്ന് പിടിച്ച് കൺട്രോൾ ചെയ്തിട്ടെന്ന് വിചാരിച്ചു. സിദ്ധാർത്ഥ്, ഇവനിത് എന്താടോ പറയുന്നേ? ഏയ് ഒന്നുമില്ല വേദാന്ത്, അവൻ നല്ല ഫിറ്റ് അല്ലേ, അതുകൊണ്ട് അവനിങ്ങനെ ബോധമില്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നത്. ഇവൻ ബോധമില്ലാതെ പറയുന്നല്ലേ, സത്യമൊന്നുമല്ലല്ലോ. അയ്യോ വേദാന്തിന് അറിയില്ലേ കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയാണെന്ന്. എല്ലാം അവൻ കുടിക്കുന്നതിന്റെ കുഴപ്പം. അല്ല വിക്കി ബോസ്, ബോസ് ഇപ്പോഴും ചെറിയ പ്രായമാ. ജീവിതം ആസ്വദിക്കണമെന്നുള്ള ഒരാഗ്രഹവും ബോസിനില്ലേ? Come on guys, what's going on? ബോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമല്ലോ. അതെന്താണെന്ന് വെച്ചാ ഒരു പെണ്ണിനെ തന്നെ സെറ്റാക്കി കല്യാണം കഴിച്ചപ്പോ കഷ്ടപ്പെട്ടു. അപ്പോ ഈ അവസ്ഥയില് ബോസിന് ഒരു പെണ്ണിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാ ബോസിന്റെ ജീവിതം പിന്നെ നരകതുല്യ ആകുമല്ലോ എന്നാ ഞാൻ പറഞ്ഞു വന്നത്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? Will you stop this nonsense? ഈ രീതിയിൽ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് ഇറങ്ങിപ്പോ. പൊട്ട വായടച്ചു മിണ്ടാതിരിക്കും. ഒന്ന് കൂളായിരിക്കും കേട്ടാ.
എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി, താജ്മഹൽ പ്രപ്പോസൽ ഞങ്ങൾക്ക് മിസ്സായി പോയല്ലോ. അതെ ചേച്ചി, ഞങ്ങൾക്കും അവിടെ തന്നെ ഉണ്ടായാ മതിയെന്ന് തോന്നിപ്പോയി. എന്നാ നേരിട്ട് കാണായിരുന്നല്ലോ. അതിന്റെ വീഡിയോ കണ്ടിരുന്നെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായേനെ. അതുമില്ല. അത് സാരമില്ല. അവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്നും എങ്ങനെയൊക്കെയാ സംഭവിച്ചതെന്നും നീ തന്നെ ഒന്ന് നീറ്റായിട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാ പ്ലീസ്. ഒന്നും മിണ്ടാതിരിക്കും പിള്ളേരെ, ഞാൻ നടന്നതല്ല നിങ്ങളോട് പറഞ്ഞതല്ല. അങ്ങനെ വിടാൻ പറ്റില്ല, എല്ലാം പറഞ്ഞാ പറ്റൂ. അയ്യോ, അതൊരു വലിയ കഥയാന്നേ. ഞാൻ നിങ്ങളോട് പറഞ്ഞതിലും വലുതായിട്ട് മറ്റൊന്നും നടന്നിട്ടില്ല. ശരിയാ, വിശേഷമൊന്നും ഇല്ലാത്തോണ്ടാണല്ലോ പോയവരൊക്കെ മുഖം വീർപ്പിച്ച് തിരിച്ചു വന്നത്. പ്ലീസ് പറയേ. പ്ലീസ് പറയൂ ചേച്ചി. ശരി, എല്ലാം പറഞ്ഞുതരാം. അത് പിന്നെ അവൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതില് എനിക്ക് ഓർമ്മയുള്ളത് മാത്രം പറയാം. ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞ എനിക്ക് ശരിക്കും കൺഫ്യൂഷൻ ആവും. അത് സാരമില്ല, നീ പറഞ്ഞു. ഒരു വ്യക്തി എങ്ങനെയാ ജീവിക്കുന്നത്? ബ്രെയിൻസ് നോട്ട് റിയലി ഷുവർ, അത് മൈൻഡിനെയാ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഹൃദയം, അതാണ് ജീവനെ പിടിച്ചു നിർത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വ്യക്തിയായിട്ടുള്ള ഓരോ മൊമെന്റും സന്തോഷവുമാണ്. കാരണം ഈ നിമിഷം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ജീവനവും ജീവിതവും അതൊന്നേ ഉള്ളൂ. നിന്റെ കൂടെ ഓരോ നിമിഷവും എനിക്ക് ഷെയർ ചെയ്യണം. വാവ്, ഞാൻ ഇപ്പോഴേ ഫ്ലാറ്റാ. നീ എന്താ തിരിച്ചു പറഞ്ഞേ? ഞാൻ പറഞ്ഞത് ഒന്നും മിസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യം തൊട്ടേ പറയാം. ഞങ്ങൾ അവിടെ താജ്മഹലിൽ പോയപ്പോ തന്നെ അമൂല്യ, will you marry me? അമ്മോ, ഒരു മിനിറ്റ്. വാ, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? റമിയോട് ഞാൻ താജ്മഹലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, എനിക്ക് എന്റെ ഭാര്യയോടൊപ്പം താജ്മഹലിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നും ആഗ്രഹമുണ്ട്. അതിനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? യെസ് 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 യെസ്. അവൻ എന്റെ കയ്യിൽ മോതിരയിട്ട് തന്നു. അപ്പൊ ഞാൻ അവന് തിരിച്ചു മോതിരയിട്ട് കൊടുത്തു. അപ്പൊ എല്ലാവർക്കും സന്തോഷായി. താങ്ക് യു. അയ്യോ എന്റെ അമ്മേ, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. ഇനി ഇതൊരു കാസറ്റ് ഇടുന്ന പോലെ വീണ്ടും വീണ്ടും ചോദിച്ച് എന്റെ സമയം കളയരുത് പ്ലീസ്. ഇനി അതൊന്നും വേണ്ട ചേച്ചി. ഇപ്പൊ തന്നെ എല്ലാം സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ ഉണ്ട്. ഇനി അതൊക്കെ കാണാൻ തോന്നിയാൽ കണ്ണടച്ച് ഞങ്ങൾ ഇരുന്ന് കണ്ടോളാം. നാക്കിന് ഒരു കുറവുമില്ല. ചേച്ചി, അവിടുത്തെ പാർട്ടി എന്തായി കാണും? നല്ല വൈബായിരിക്കും അല്ലേ? നമ്മുടെ പാർട്ടി എൻജോയ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊന്നും കെയർലെസ് ആയിട്ട് എടുക്കാൻ പാടില്ലമ്മോ. അവിടെ ഇനി വേറെ ഏതെങ്കിലും ഫീമെയിൽ ഡാൻസേഴ്സ് വന്ന് പ്രശ്നം ഉണ്ടായാലോ? വേദാന്ത് മേനോൻ ഒരു പെണ്ണിന് മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അവളുടെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ. അവളുടെ പേര് റൗഡി ബേബി. എന്റെ വേദാന്തിനെ കുറിച്ച് എനിക്ക് അറിയാലോ. എന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇതൊക്കെ വളരെ മോശം. മണ്ടിയാ ഞാൻ. ആകാശത്തോട് നോക്കിയിരുന്ന ഇവിടുത്തെ പാർട്ടിയൊക്കെ ആരാ എൻജോയ് ചെയ്യുന്നത്? ഒന്ന് പോയി നിങ്ങൾ എടുത്ത് കഴിച്ചു. എന്നാ പിന്നെ മൊത്തം ഞാൻ കഴിക്കും. പറ്റില്ല, എനിക്ക് വേണം. ഞാനിപ്പോ സന്തോഷിക്കുന്നതിന് കാരണം നിങ്ങളെ പോലൊരു ഫാമിലി എന്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ സന്തോഷമൊന്നും കിട്ടില്ലായിരുന്നു.
എന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് നേടാൻ എല്ലാവരും എന്റെ കൂടെ നിന്നു. താങ്ക് യു സോ മച്ച്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. വിക്കി ബോസ് പറഞ്ഞതൊക്കെ നമ്മുടെ ബോസിന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? സംസാരിക്കൂ. ബോസ് പറഞ്ഞതൊക്കെ കറക്റ്റാ. Okay guys, stop it. Stop it. എല്ലാത്തിനും ബോധം പോയിരിക്കല്ലേ? എത്ര നേരമായി കൈകൊട്ടാൻ തുടങ്ങിയിട്ട്? ഒന്ന് നിർത്തിക്കൂടെ? ഒരുപാട് നേരം കൈ കൊട്ടിക്കൊണ്ടിരുന്നു അല്ലേ? സോറി ബോസ്. അതെ മറന്നുപോയത്. I love you so much. അതിന്റെ സ്പെല്ലിംഗ് എങ്കിലും നിനക്കറിയോ? Hey, I'm serious. സീരിയസ് ആണെങ്കിൽ വല്ല ആശുപത്രിയിലും പോവാൻ നോക്ക്. ഇവിടെ എന്തിനാ വന്നേ? കാണാൻ കുറച്ച് ഭംഗിയുണ്ടെന്ന് കരുതി അഹങ്കരിക്കല്ലേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാലേ നീ എന്റെ പുറകെ വാലാട്ടി വരും. ഹലോ മിസ്റ്റർ, ഇത് പബ്ബാണെന്ന് വിചാരിച്ച് ഇവിടെ വരുന്നവരാരും വാലാട്ടി പട്ടികളാണെന്ന് വിചാരിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് വട്ടുണ്ട്. എന്നെ കൂടുതൽ ഭ്രാന്തിയാക്കാൻ നീ നോക്കല്ലേ, പിന്നെ നീയായിരിക്കും അതിന് പശ്ചാത്തപിക്കാൻ പോകുന്നത്. കാണാൻ കുറച്ച് ഭംഗിയുള്ളതുകൊണ്ട് ജീവിതം തരാന്ന് വിചാരിച്ചതാ. വലിയ ആള് കളിക്കില്ല പെണ്ണെ, തീർത്ത് കളയും ഞാൻ. വലിയ ആളാവാൻ നോക്കല്ലേ, അതാ നിനക്ക് നല്ലത്. എന്താടി നെകളിപ്പ്? നീ വെറൊരു ഫ്രോഡാണെന്ന് നിന്റെ നടപ്പും ഭാവവും കണ്ടാൽ തന്നെ അറിയാം. ആ അഹങ്കാരം നീ എന്റെ അടുത്ത് കാണിക്കണ്ട. ഇപ്പൊ മനസ്സിലായോ നീ കൈവച്ചത് ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമറിലായിരുന്നെന്ന്? നീ എന്നെ തല്ലിയല്ലേ? എന്റെ കയ്യിലുള്ള കാശ് വെച്ച് നിന്റെ കുടുംബം ഇത് വാങ്ങി ഞാൻ. ഇനി നിന്നെ എനിക്ക് കിട്ടിയേ പറ്റൂ. നിന്റെ കയ്യിൽ കുറെ കാശുണ്ടാവുമല്ലോ, ആ കാശും കൊണ്ടൊരു ജോത്സ്യനെ പോയി കണ്ടു നോക്കു, വല്ല ശനിയും പിടിച്ചോന്ന്. അമ്മ ചേച്ചി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ താഴെ കിടക്കില്ല. താഴെ കിടന്നതിന്റെ നടു ഒടിഞ്ഞിരിക്കുക. ഇനി നീ കിടക്കണം. ഹലോ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി ഞാനായി വീട്ടിലെ മഹാറാണിയെ പോലെ ജീവിക്കാൻ പോകുന്ന. ഇത്ര നാളും എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇനി മതി. വെറുതെ എന്റെ തലക്കേറാൻ വന്ന ആ തല പിടിച്ചോരയ്ക്കും ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ വൃത്തികെട്ടവളുടെ നാക്ക് കേട്ട് മടുത്തിരിക്കുവായിരുന്നു. ഇതൊക്കെ പറയാൻ നിനക്ക് നാണല്ലേ? അത്രയൊന്നും അല്ല. ഇനി മുതൽ ഈ കട്ടിലും എന്റെതാ, ഈ അലമാര എന്റെതാ. അത് മാത്രല്ല, പിന്നെ ഈ റൂമിലെ ഞാൻ ആരെയും കയറ്റാൻ പോകുന്നില്ല. നിർത്ത്, അതൊന്നും നടക്കില്ല. അത് നടക്കില്ല എന്ന് പറയാൻ നീ ആരാ? കണ്ടില്ലേ ചേച്ചി അവൾ എന്തൊക്കെയാ പറയുന്നെന്ന്? ചേച്ചിയോട് പോയി കഴിഞ്ഞാൽ ഇവളെ എനിക്ക് ഒരു സമാധാനം തരില്ല. ഞാൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാവും. എടി തീറ്റപ്പണ്ടാരമേ, നീ ആരാ നിന്റെ വിചാരം? അല്ല, എല്ലാം നീ തന്നെ അങ്ങ് എടുത്ത. പാവം ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്താ ഉള്ളത്? ഇവിടെയുള്ള എല്ലാത്തിലും അവൾക്ക് ബാധി കൊടുക്കണം. ഈ റൂമിൽ എപ്പോഴും 5 റിസർവേഷൻ ഉണ്ടായിരിക്കും. നീ വലിയ അഹങ്കാരം കാണിച്ചാലേ കല്യാണം കഴിഞ്ഞു പോകുമ്പോ ഈ കട്ടിലും കൂടി ഞാൻ അങ്ങ് എടുത്തോണ്ട് പോകും. അത് നീ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. ഈ റൂമിലുള്ളതല്ല ഈ റൂംമേറ്റ്സിനുള്ളതാ. ഈ റൂമിലുള്ള നിന്റെ അവകാശങ്ങളെല്ലാം കല്യാണം കഴിയുന്നതോടെ അവസാനിക്കും. ഈ ഭാഗത്തോട്ട് നിന്നെ പിന്നെ കണ്ടുപോകരുത്. ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗെറ്റ് ഔട്ട് ആയിരിക്കും. റൗഡി ബേബിയോട് ഓർഡർ ചെയ്യുന്നോ? ഹലോ, ഞാൻ ആദ്യമേ പറഞ്ഞതാ, എവിടെ പോയാലും ഞാൻ മെയിൻ ആയിരിക്കും. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്തിട്ടേ പോവും. അഞ്ജുന് ഈ ബെഡിലും ഈ കട്ടിലിലും സ്ഥലം കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിലേ നീയും താഴെ കിടക്കേണ്ടി വരും. നന്നായിട്ട് ആലോചിച്ചിട്ട് പറ. നീ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നീ എങ്ങനെ അറിയും? ഫോൺ വിളിച്ചു പറയാലോ. നിനക്കാരാ ഫോൺ തരാൻ പോന്നെ? അച്ഛന്റെ ഫോണിൽ വിളിച്ചു പറയാം. ഓഹോ, പറയും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയും. എന്റെ കഴിവുകളെ കുറിച്ച് നിനക്ക് അറിയില്ല അല്ലേ? വെറുതെ ഞാനൊന്ന് എൻക്വയറി ചെയ്താൽ മതി. ഇൻഫോർമേഷൻസ് ഒക്കെ എന്റെ കമ്പ്യൂട്ടറിൽ വരും. അങ്ങനെയാണോ? ഞാൻ നെറ്റ് ഓൺ ചെയ്യില്ല, അപ്പൊ നീ എങ്ങനെ അറിയും? നീ എന്നോട് തർക്കുത്തരം പറയാണല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഓ അങ്ങനെയാണോ? എന്നാ ഞാനാണോ നീയാണോ നോക്കാം. വാ.
ബസ് അവിടെ നിൽക്ക്. എങ്ങോട്ടേ പോകുന്നേ? ഏയ് നിന്നെ ഇവിടെ വെച്ച് തീർക്കാൻ എനിക്കറിയാം. ഹേയ് കൈയെടുക്കടാ, അവളെ എന്റെ പെണ്ണ. വായടയ്ക്ക്. അത് പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. ഹേർട്ട് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ആദ്യം ഞാൻ ആരാണെന്ന് നീ അറിയും. വേദാന്ത് മേനോനാണ്. വേദാന്ത് മേനോൻ.